നമസ്കാരം. കഴിഞ്ഞ പിണറായി സർക്കാരിനെക്കുറിച്ചുള്ള ഏറ്റവും വലിയ വിമർശനങ്ങളിലൊന്നായിരുന്നു PSC റാങ്ക് ലിസ്റ്റുകളെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് നടക്കുന്ന പിൻവാതിൽ നിയമനം. പുതിയ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ നമ്മുടെ തൊഴിലില്ലാത്ത യുവാക്കൾ അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾ ഏറ്റവും അധികം പ്രതീക്ഷയർപ്പിച്ചത് തങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന PSC നിയമനങ്ങളെക്കുറിച്ചായിരുന്നു. ഇപ്പോഴിതാ KSRTCയിൽ PSC റാങ്ക് ലിസ്റ്റ് നോക്കുകുത്തിയാക്കിക്കൊണ്ട് ആശ്രിത നിയമനം നടത്താൻ ഒരുങ്ങുകയാണ് മന്ത്രിയും കൂട്ടരും. മന്ത്രി CP ജോണിനെ കുറിച്ച് ഏറെ പ്രതീക്ഷയുണ്ടായിരുന്നു ഇവിടുത്തെ യുവജനങ്ങൾക്ക്. KSRTCയിൽ ഒരു റാങ്ക് ലിസ്റ്റ് വന്നിട്ട് 2.5 വർഷം ആകുന്നു. ജൂനിയർ അസിസ്റ്റന്റിന്റെ റാങ്ക് ലിസ്റ്റാണത്. ഈ റാങ്ക് ലിസ്റ്റിൽ ഏകദേശം 1700 പേരോളമുണ്ട്. ഇത്രയും പേർ നിയമനം കാത്തിരിക്കുകയാണ്. കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്താണ് ഇത് നടക്കുന്നത് എന്ന് ഓർക്കണം. ഈ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നത് എന്ന് ഓർക്കണം. ആ സർക്കാരിന്റെ കാലത്ത് അപ്രഖ്യാപിത നിയമന നിരോധനങ്ങളും പിന്നീട് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പിൻവാതിൽ നിയമനങ്ങളും നടന്നു വരികയായിരുന്നു. ഇപ്പോൾ ഈ റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് ചില ഉദ്യോഗാർത്ഥികൾ KSRTCയെയും അതുപോലെ തന്നെ മന്ത്രിയെയും ഒക്കെ സമീപിച്ചു. എന്നാൽ ഉടനെ എങ്ങും ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമനം ഉണ്ടാകില്ല എന്നാണ് അറിയുന്നത്. ഇക്കാര്യം ഇവരോട് നേരിട്ട് മന്ത്രി തന്നെ പറഞ്ഞു എന്ന് ഉദ്യോഗാർത്ഥികൾ തന്നെ പറയുന്നു. നമുക്കിനി ഈ റാങ്ക് ലിസ്റ്റിന്റെ ചരിത്രത്തിലേക്ക് വരാം. 2021 KSRTCയിൽ ജൂനിയർ അസിസ്റ്റന്റ് തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വരുന്നത്, വിജ്ഞാപനം വരുന്നത്. ഇതനുസരിച്ച് ഡിഗ്രി ലെവൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണ് ഇതിലേറെയും ഉണ്ടായിരുന്നത്. ഇതിൻ പ്രകാരം അപേക്ഷ ക്ഷണിച്ചു. രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്കായി 2022 എഴുത്തു പരീക്ഷ നടന്നു. അതിനുശേഷം കൂടിക്കാഴ്ച, റാങ്ക് ലിസ്റ്റ് തയ്യാറായി, പ്രിലിമിനറി, സെക്കൻഡറി, അതെല്ലാം കഴിഞ്ഞ് മെയിൻ റാങ്ക് ലിസ്റ്റ് തയ്യാറായി. 2024 റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു. 1700 പേര് അടങ്ങുന്ന റാങ്ക് ലിസ്റ്റാണ് നിലവിൽ വന്നത്. അന്ന് തൊട്ട് ഇവർ നിയമനം പ്രതീക്ഷിച്ചിരിക്കുന്നു. കാരണം KSRTCയിൽ വേക്കൻസികൾ വന്നുകൊണ്ടിരിക്കുന്നു. അത് പക്ഷേ റിപ്പോർട്ട് ചെയ്യുന്നില്ല, നിയമനം നടക്കുന്നുമില്ല. 2024 നിലവിൽ വന്ന ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഈ വരുന്ന ജനുവരിയിൽ അവസാനിക്കുകയാണ്. ഇപ്പോൾ 2.5 കൊല്ലമായി ഇത് നിലവിൽ വന്നിട്ട്. ഏതാണ്ട് ഒരു കഷ്ടിച്ചൊരു 6 മാസം കൊണ്ട് ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കും. അങ്ങനെ ഇരിക്കെ ഈ PSC റാങ്ക് ലിസ്റ്റ് നിലവിൽ ഇരിക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് ഒറ്റയാളെ പോലും നിയമിക്കാതെ ഏതാണ്ട് 439 പേരെ ആശ്രിത നിയമനം വഴി KSRTCയിൽ എടുക്കാനുള്ള നീക്കം നടക്കുകയാണ്. 150 പേർക്കുള്ള നിയമന ഉത്തരവ് റെഡിയായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. 439 പേരുടെ പട്ടിക തയ്യാറാക്കി 150 പേരെ നിയമിക്കാൻ നീക്കം നടക്കുന്നു. അപ്പോൾ ഇതിന് മുൻപ് ഈ മന്ത്രി CP ജോൺ ഗതാഗത മന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ഈ റാങ്ക് 1700 പേര് വരുന്ന റാങ്ക് ലിസ്റ്റിലുള്ള PSC റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികൾ അദ്ദേഹത്തെ ചെന്ന് കണ്ട് തങ്ങളുടെ നിയമനത്തെക്കുറിച്ച് ആശങ്ക അറിയിച്ചു. അതായത് ഈ റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ നിലവിലുള്ള ഈ 1700ഓളം പേരുണ്ട്, തസ്തികകളിൽ ഒഴിവുണ്ട്, തങ്ങളെ നിയമിക്കണം എന്നൊക്കെ ഇവർ ആവശ്യപ്പെട്ടു. അപ്പോൾ മന്ത്രി പറഞ്ഞ മറുപടി വളരെ വിചിത്രമായിരുന്നു. 6 മാസത്തേക്ക് PSC റാങ്ക് ലിസ്റ്റിൽ നിന്നുള്ള നിയമനം നടക്കില്ല എന്നാണ് മന്ത്രി പറഞ്ഞത്. ആലോചിക്കണം, ഈ റാങ്ക് ലിസ്റ്റ് ഇനി 6 മാസമുള്ളൂ. അതായത് ഈ LDF സർക്കാരിൻ്റെ കാലത്ത് 2024 നിലവിൽ വന്ന റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഇനി ഒറ്റയാൾ പോലും നിയമിക്കപ്പെടില്ല എന്ന സൂചനയാണ് മന്ത്രി തന്നത്. അതിനുശേഷം ഈ ഉദ്യോഗാർത്ഥികൾ KSRTCയുടെ CMDയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടു. ഇതിൻ്റെ നിയമന വിവരം അറിയുന്നതിന് വേണ്ടി ബന്ധപ്പെട്ടു. അപ്പോൾ അവിടെ നിന്ന് ഇവർക്ക് ലഭിച്ച മറുപടിയാകട്ടെ, ഈ റാങ്ക് ലിസ്റ്റിൽ നിന്നുള്ള നിയമനം നടത്താൻ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഉത്തരവില്ല. പകരം ആശ്രിത നിയമനം 439 പേരെ പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. 150 പേരെ നിയമിക്കാനുള്ള ഒരു നീക്കം നടക്കുന്നു എന്നാണ് പറയുന്നത്. ആശ്രിത നിയമനത്തിന് ഒരു മാനദണ്ഡമുണ്ട്. അത് സർക്കാരിലായാലും സർക്കാരിൻ്റെ അധീനതയിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിലായാലും ഈ ആശ്രിത നിയമനം 95 പേരെ മെയിൻ റാങ്ക് ലിസ്റ്റ് നിയമിക്കുമ്പോൾ 5 പേരെ ആശ്രിത നിയമനം നൽകാം എന്നുള്ളതാണ്. അതായത് 100 പേരിൽ 5 പേർക്ക് ആശ്രിത നിയമനം നൽകാം. അത് നിർബന്ധമില്ല. അത് സർക്കാരിൻ്റെ വിവേചന അധികാരമാണ്. അത് വേണമെങ്കിൽ ആ രീതിയിൽ അങ്ങനെ നിയമനം നൽകാവുന്നതാണ്. ഓർക്കണം, എന്തുമാത്രം കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുള്ള കുട്ടികളാണ് പരീക്ഷ എഴുതി അതിനുശേഷം പ്രിലിമിനറി എഴുതുന്നു, അത് കഴിഞ്ഞ് മെയിൻ എഴുതുന്നു, ഇൻ്റർവ്യൂ കഴിയുന്നു. അതിനുശേഷമാണ് മിക്ക റാങ്ക് ലിസ്റ്റുകളിലും ഉദ്യോഗാർത്ഥികൾ കടന്നു കയറുന്നത്. അവരുടെയൊക്കെ ഒരു ലക്ഷ്യം എന്താണ്? ഈ ജോലി ഉടൻ കിട്ടും. അതായത് 2.5 വർഷമായിട്ട് കാത്തിരിക്കുകയാണ്. ഈ KSRTCയിലെ ഈ ജോലിക്ക് വേണ്ടി 2.5 വർഷമായിട്ട് ഉദ്യോഗാർത്ഥികൾ കാത്തിരിക്കുന്നു. അതിനിടയിലാണ് ഈ ആശ്രിതരെ നിയമിക്കാനുള്ള നീക്കം നടത്തുന്നത്. അതുപോലും ആശ്രിത നിയമനം സംബന്ധിച്ച് കോടതികൾ വിധിച്ചിട്ടുള്ള ചില ഉത്തരവുകളുണ്ട്, അതുപോലെ തന്നെ ചില ചട്ടങ്ങളുണ്ട്. ഈ ചട്ടങ്ങളെല്ലാം പാടെ മറികടന്നുകൊണ്ട് കഷ്ടപ്പെട്ട് പഠിച്ച കയറി വന്ന ഉദ്യോഗാർത്ഥികളെ
ഒഴിവാക്കിക്കൊണ്ട് ആശ്രിത നിയമനത്തിലുള്ള നീക്കം നടക്കുന്നു. ഈ ആശ്രിത നിയമനത്തിലെ മാനദണ്ഡം അല്ലെങ്കിൽ ഇതിനകത്തെ അനുപാതം അതൊന്ന് പാലിച്ചാൽ പോലും ഒരുപക്ഷെ കുറച്ചെങ്കിലും ഉദ്യോഗാർത്ഥികൾക്ക് ഈ ജോലി കിട്ടും. ഇപ്പോൾ തന്നെ ഈ 150 പേരുടെ ഒഴിവാണ് ഇതിൽ വന്നിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഈ 150 പേരിൽ ആ 100 പേരെ നിയമിക്കുമ്പോൾ 95 പേർക്കും PSC വഴിയാണ് നിയമനം നൽകേണ്ടത്. അതുപോലെ തന്നെ അടുത്തത് എങ്ങനെ പോയാലും ഒരു 5-6 ആശ്രിത നിയമനം നടത്തിയാൽ പോലും ബാക്കി 143 144 ഉദ്യോഗാർത്ഥികൾക്ക് ഈ KSRTCയിൽ ജോലി കിട്ടും. ജൂനിയർ അസിസ്റ്റന്റ്. ഓർക്കണം, പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് സ്വന്തക്കാരെ നിയമിക്കുന്നതിന് വേണ്ടി PSC റാങ്ക് ലിസ്റ്റിനെ നോക്കുകുത്തിയാക്കി വളരെയധികം നിയമനങ്ങൾ ഇവിടെ നടന്നു. അന്ന് നമുക്കറിയാം, നമ്മുടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉദ്യോഗാർത്ഥികൾ ശയനപ്രദക്ഷിണം ചെയ്യേണ്ട അവസ്ഥയുണ്ടായി. ഇവരെയൊക്കെ വളരെയധികം നിഷ്കരുണം തള്ളിപ്പറയുന്ന രീതിയിലേക്ക് CPM-ഉം അതിൻ്റെ പോഷക സംഘടനകളും ഒക്കെ എത്തി. സർക്കാരിൻ്റെ മുഖമുദ്രയാക്കി മാറ്റിയ തൊഴിലില്ലായ്മ എന്ന് പറയുന്ന അതായിരുന്നു കഴിഞ്ഞ സർക്കാരിൻ്റെ ഒരു മുഖമുദ്ര, തൊഴിലില്ലായ്മ എന്നുള്ളത്. അതായത് PSC റാങ്ക് ലിസ്റ്റിൽ സ്ഥാനം നേടിയിട്ടും ജോലി കിട്ടാതെ പോയ ഉദ്യോഗാർത്ഥികൾ അവരും അവരുടെ കുടുംബങ്ങളും ഒക്കെ ചേർന്നാണ് ഈ LDF സർക്കാരിനെ താഴെ ഇറക്കിയത്, പിണറായി വിജയൻ കൂട്ടരെയും പറപ്പിച്ചത്. അതിനുശേഷം UDF-ന് വേണ്ടി ഇവർ ഒന്നടങ്കം വോട്ട് ചെയ്തപ്പോഴൊക്കെ അവരുടെ നിലവിലുള്ള അവരുടെ ഒരു പ്രതീക്ഷ ഞങ്ങളുടെ ഈ റാങ്ക് ലിസ്റ്റ് ഒരുപക്ഷെ ഞങ്ങൾക്ക് ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമനം ലഭിക്കും എന്നുള്ളതാണ്. PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ദീർഘിപ്പിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഇത്തരമൊരു നടപടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്, അതായത് പ്രത്യേകിച്ചും ഗതാഗത വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന്, അതുപോലെ CP ജോണിനെ പോലുള്ള ഒരു മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളത് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറെ വേദനാജനകമാണ്. അതുപോലെ തന്നെ ഏറെ ഖേദകരവുമാണ്. ഈ ഉദ്യോഗാർത്ഥികളൊക്കെ തന്നെ ഇതിൽ തന്നെ പ്രായപരിധി കഴിയാറായ ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. സർവീസിൽ നിന്ന് വിരമിച്ചവരുടെ ഒരുപാട് ഒഴിവുകൾ കോർപ്പറേഷനിൽ നിലവിലുണ്ടെന്നാണ് അവർ അറിഞ്ഞിരിക്കുന്നത്. ഈ റാങ്ക് ലിസ്റ്റുകാരുടെ അസോസിയേഷനുണ്ട്. അവർ ഇതിൻ്റെ നിയമനം സംബന്ധിച്ച് മുന്നോട്ട് പോവുകയാണ്. 2.5 വർഷമായിട്ട് ഒരു നിയമനം പോലും ഇല്ലാതിരുന്ന ഒരു റാങ്ക് ലിസ്റ്റ്, ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഇനിയെങ്കിലും മൂവ് ചെയ്ത് തുടങ്ങും. പതുക്കെ വരുന്ന 6 മാസത്തിനുള്ളിൽ, അല്ലെ കാലാവധി നീട്ടിയ ആ 3 മാസത്തിനുള്ളിൽ ഞങ്ങൾക്ക് ഏറെ പേർക്കും ജോലി കിട്ടും എന്ന പ്രതീക്ഷയോടെ അവരെ ആകെ ആശങ്കയിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ആ തസ്തികകളിലേക്കൊക്കെ ആശ്രിത നിയമനം നടത്താനുള്ള ഒരു നീക്കം മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. മന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള ഉത്തരവ് തന്നെയാണ് ഇതെന്നാണ് കോർപ്പറേഷൻ അധികൃതർ നൽകുന്ന മറുപടി. അപ്പോൾ തീർച്ചയായും CP ജോൺ എന്ന മന്ത്രിയിൽ നിന്നും ഈ ഉദ്യോഗാർത്ഥികൾ ഏറെ പ്രതീക്ഷിക്കുന്നു. അവരിൽ ആർക്കെങ്കിലും, കുറച്ചു പേർക്കെങ്കിലും നിയമനം നൽകാനുള്ള ഒരു നടപടി ഉണ്ടാകുമെന്നാണ് അവരുടെ വിശ്വാസം. അതല്ലെങ്കിൽ അവർ കോടതിയെ സമീപിക്കേണ്ട ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. UDF സർക്കാരിന് തുടക്കത്തിൽ തന്നെ കല്ലുകടി സമ്മാനിക്കുന്ന രീതിയിലാണ് ഇത്തരം പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ പ്രവർത്തികളിൽ ഒരുപാട് പേർ അസംതൃപ്തരുണ്ട്. ഒരുപാട് കുടുംബങ്ങളെ ഇത് നേരിട്ട് ബാധിക്കുന്നതാണ്. എന്താണെങ്കിലും തൻ്റെ ഈ പ്രസ്താവന മന്ത്രി തിരുത്തും എന്ന് തന്നെ വേണം കരുതാൻ. മന്ത്രി ശരിക്കും ഈ ഉദ്യോഗാർത്ഥികളിൽ ചിലർ ഞങ്ങളുടെ ഓഫീസിലെത്തി നമ്മളോട് നേരിട്ടാണ് ഈ വിവരം അറിയിച്ചത്. ഞങ്ങൾക്ക് ഇനിയൊരു ജോലി കിട്ടാനുള്ള സാധ്യതയില്ല, ഞങ്ങൾക്ക് ഏറെ പ്രതീക്ഷയുണ്ടായിരുന്നു ഈ UDF സർക്കാരിൽ, ഈ പുതിയ മന്ത്രിയിൽ, പക്ഷേ ഞങ്ങളുടെ ആ സ്വപ്നമൊന്നും യാഥാർത്ഥ്യമാകുന്ന ലക്ഷണം കാണുന്നില്ല എന്ന് കണ്ണുനീരോടെയാണ് അവർ ഞങ്ങളെ അറിയിച്ചത്. എന്താണെങ്കിലും മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഒരു നടപടി ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് ഈ ഉദ്യോഗാർത്ഥികൾ.